എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ബാംഗ്ലൂരിലെ ഇസ്കോൺ ടെമ്പിളിലേക്കാണ് ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത്. രാജാജി നഗറിലാണ് ഈ ടെമ്പിൾ ഉള്ളത്. ഞങ്ങൾ മെട്രോയിലാണ് വന്നത്. ഞാൻ മുൻപും ഒരു തവണ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കയറി വരുന്നിടത്ത് ഒരു സൈഡിലായിട്ട് നമുക്ക് ബാഗേജും ചപ്പലൊക്കെ കൊടുക്കാൻ പറ്റും. അത് കഴിഞ്ഞ് കാലൊക്കെ വാഷ് ചെയ്തിട്ട് വേണം ടെമ്പിളിനകത്തേക്ക് കയറാനായിട്ട്. ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, എങ്കിലും നട അടയ്ക്കുന്നതിന് മുൻപ് തന്നെ എത്താൻ സാധിച്ചു. നല്ല തിരക്കുള്ളൊരു ദിവസമാണ്. ശബരിമലയ്ക്ക് പോകുന്ന സ്വാമിമാരൊക്കെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഒരുപാട് സ്വാമിമാരുണ്ടായിരുന്നു. ഇതുപോലെ കുറേ സ്റ്റെപ്സൊക്കെ കയറിയിട്ട് വേണം നമുക്ക് ടെമ്പിളിനകത്തേക്ക് എത്താനായിട്ട്. നല്ല ഭംഗിയാണ് അതിൻ്റെ രണ്ട് സൈഡും കാണാനായിട്ട്. ഉയരത്തിൽ നിന്ന് ദൂരെയുള്ള ബിൽഡിങ്ങും അതുപോലെ അവിടുത്തെ ഗ്രീനറിയും ഒക്കെ കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ. ടെമ്പിളിലേക്ക് പോകുന്ന വഴിയിൽ ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നടക്കുമ്പോൾ തന്നെ മനസ്സ് നല്ല ശാന്തമാകും. വളരെ വളരെ നല്ലൊരു അന്തരീക്ഷമാണ്. ദൂരേന്ന് ടെമ്പിൾ ഇങ്ങനെ കാണാം. അതിന് മുകളിലായിട്ട് ആകാശഭംഗിയും കാണാം. ടെമ്പിളിലേക്ക് കയറി പോകുന്ന ഈ സ്റ്റെപ്സിൻ്റെ ഭാഗത്തൊക്കെ ആളുകൾ നിന്നിങ്ങനെ ഫോട്ടോ എടുക്കുമായിരുന്നു. അപ്പോൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് വളരെ സാവധാനത്തിലാണ് ഞങ്ങളും ഫോട്ടോ ഒക്കെ എടുത്തിട്ട് മുകളിലേക്ക് കയറിപ്പോയത്. അതൊക്കെ പിന്നീട് നല്ലൊരു മെമ്മറിയാണ്. സ്റ്റെപ്സൊക്കെ കയറി വരുമ്പം നടക്കലായിട്ട് ഒരു സ്വർണ്ണ കൊടിമരമുണ്ട്. ഇവിടെ എത്തുമ്പോഴേക്കും രാധാകൃഷ്ണ ഭജൻസ് ഒക്കെ ഇങ്ങനെ കേൾക്കാം. വളരെ ദിവ്യമായ ഒരു അന്തരീക്ഷമാണ് കേട്ടോ ഈ ക്ഷേത്രത്തിന് ചുറ്റും. എല്ലാ ക്ഷേത്രങ്ങൾക്കും അങ്ങനെയാണ്, എങ്കിലും എന്തൊക്കെയോ പ്രത്യേകത ഇസ്കോൺ ടെമ്പിളിനുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. ആദ്യം നരസിംഹസ്വാമി ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുക. അതിനു മുൻപായിട്ട് ഇതുപോലെ 108 സ്റ്റെപ്പ് ഹരേ കൃഷ്ണ മന്ത്രം ചൊല്ലിക്കൊണ്ട് നമുക്ക് നടക്കാം. ടെമ്പിളിനകത്ത് വീഡിയോഗ്രാഫി അലൗഡ് അല്ല. അപ്പോൾ നമുക്ക് അതല്ലാത്ത ഭാഗങ്ങളൊക്കെ വീഡിയോയിൽ കാണിക്കാൻ സാധിക്കുള്ളൂ. രാധാകൃഷ്ണന്മാരും ബലരാമസ്വാമിയും നരസിംഹമൂർത്തിയും ഒക്കെ ഉണ്ട് ആ ക്ഷേത്രങ്ങളിലൊക്കെ. ആ ഭാഗത്തൊക്കെ ഞങ്ങൾ ദർശനം എടുത്തു. പിന്നെ അവിടെ ഇവിടെയായിട്ട് ഭജൻസ് ഒക്കെ ചൊല്ലിക്കൊണ്ട് നമുക്ക് ഇരിക്കാനും സാധിക്കും. വളരെ വളരെ നല്ലൊരു അന്തരീക്ഷമാണ്. മെയിൻ ടെമ്പിളിനകത്ത് ഞങ്ങൾ എത്തിയിട്ട് ആകെ ഞങ്ങൾക്കൊരു 5 മിനിറ്റ് ദർശനം കിട്ടി. അപ്പം തന്നെ നട അടയ്ക്കുകയും ചെയ്തു. അതൊരു വലിയ ഭാഗ്യമായി. ഞങ്ങളൊരു 5 മിനിറ്റ് ലേറ്റ് ആവുമായിരുന്നെങ്കിൽ നമുക്ക് പിന്നീട് 4 മണി വരെ വെയിറ്റ് ചെയ്യണം. രാവിലെ 7:30 മുതൽ 1:10 വരെയാണ് സമയം. പിന്നീട് നമ്മൾ 4:30 വരെ വെയിറ്റ് ചെയ്യണം. 4:30 തൊട്ടാണ് അടുത്ത ദർശനം സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പം അതിന് മുൻപായിട്ട് തന്നെ ഞങ്ങൾക്ക് തൊഴാൻ സാധിച്ചു. ഗോൾഡൻ കളറിൽ കാണുന്നതാണ് രാധാകൃഷ്ണന്മാരും ബലരാമസ്വാമിയും ഒക്കെയുള്ള ടെമ്പിള്. ഇതിലൂടെയാണ് നരസിംഹസ്വാമി ദർശനം എടുക്കുന്നത്. നമുക്ക് ടെമ്പിളിനകത്ത് എന്തെങ്കിലും വഴിപാടൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ അത് ഇവിടുന്ന് വാങ്ങിച്ചിട്ട് കൊണ്ടുപോകാവുന്നതാണ്. ഞാൻ എന്നത് നമ്മുടെ ഈ ശരീരമല്ല, ഭഗവാനുമായി നമ്മൾ ബന്ധപ്പെടുന്നത് നമ്മുടെ ആത്മാവാണ്. ആത്മാവ് കൊണ്ടാണ്. ആ ആത്മാവിനെ സന്തോഷിപ്പിക്കാൻ ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതേപോലുള്ള വിശ്വാസത്തെക്കുറിച്ചും അങ്ങനത്തെ തത്വങ്ങളൊക്കെയാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഇതെല്ലാം കണ്ടും വായിച്ചും മനസ്സിലാക്കി അവിടെ കുറേ നേരം ഇങ്ങനെ നടന്നു. ഇവിടെ നമുക്ക് പുറത്ത് കേക്കും അതുപോലെ ഡൊണേറ്റും അതുപോലുള്ളൊക്കെ പ്രസാദമായിട്ട് കിട്ടും കേട്ടോ. പിന്നെ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട്, ഇവിടെ നിന്നൊക്കെ വാങ്ങിക്കാവുന്നതാണ്. വിവിധ ഭാഷകളിലുള്ള ഭഗവത്ഗീത ഇവിടെ ലഭിക്കും. അമ്പലം ക്ലോസ് ചെയ്യേണ്ട സമയത്ത് ഈ ഷോപ്സൊക്കെ അടയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. എങ്കിലും ഞാൻ 1-2 ഐറ്റംസ് ഒക്കെ പെട്ടെന്ന് വാങ്ങിച്ചിട്ട് പുറത്തേക്ക് കടന്നു. ഇനി ഞങ്ങൾ പുറത്തേക്ക് പോകുകയാണ്. ഇതിലൂടെ ഇങ്ങനെ പോകുമ്പോൾ അമ്പലക്കുളം കാണാൻ സാധിക്കും. അമ്പലക്കുളം എന്ന് പറയാമെങ്കിൽ അതൊരു സ്വിമ്മിംഗ് പൂള് പോലെ ഉണ്ട്. നല്ല നീല കളറിലുള്ള വെള്ളമൊക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്.
ഇതിലൂടെ പുറത്ത് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ പ്രസാദം കഴിക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. കിച്ചടി പ്രസാദമാണ്. പക്ഷേ ഇവിടുത്തെ കിച്ചടി എനിക്ക് നല്ല ഇഷ്ടമായി. ചില സ്ഥലത്തുള്ള കിച്ചടി നമ്മുടെ ടേസ്റ്റിൽ നിന്നൊക്കെ വ്യത്യാസമുണ്ട്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പ്രസാദം കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കൂടിയും അവിടെയൊക്കെ ഞങ്ങൾ നടന്നു കേട്ടോ. ആ കുളത്തിൻ്റെ ഭംഗി അത്രയ്ക്ക് അധികം ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ നടന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ ഇസ്കോൺ ടെമ്പിളിൻ്റെ പുറത്തേക്ക് വന്നു. അങ്ങനെ ഇസ്കോൺ ടെമ്പിൾ ദർശനമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. മെട്രോയിൽ തന്നെ തിരിച്ചു പോവുകയാണ്. മെട്രോ സ്റ്റേഷൻ വളരെ അടുത്താണ്. അപ്പോൾ അതിന് മുൻപായിട്ട് റോഡ് സൈഡിലൊക്കെ വേറെ ടെമ്പിളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. നെക്സ്റ്റ് വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.